നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ കുടുംബപരമായിട്ടും കുടുംബ സംബന്ധമായിട്ടും കർമ്മപരമായിട്ടും കർമ്മസംബന്ധമായിട്ടും ധനപരമായിട്ടും ദേഹജമായിട്ടും വളരെയധികം നല്ല നല്ല ഫലങ്ങളും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. സ്വയം പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഉച്ചബലത്തോടുകൂടി ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട്. ഇനി തൊഴിൽ മേഖലകളിലാണെങ്കിലും വളരെ നല്ലൊരു സമയമാണ്. കാരണം ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന ശനീശ്വരൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതും കർമ്മസ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റെ അനുകൂല സ്ഥിതിയും മൂലം സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്ന സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. വിദ്യാർത്ഥികൾക്കും ധാരാളം നേട്ടങ്ങൾ കാണുന്നുണ്ട്. 5-ാം ഭാവനാഥനും വിദ്യാമാതുല കാരകനുമായിരിക്കുന്ന ബുധൻ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീനശക്തി മൂലം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാനും കഴിയുന്ന സമയമാണ്. ഈ സമയത്ത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ ഒരു നല്ല സമയമാണ്. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും പ്രത്യേകിച്ച് സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. മനസ്സന്തോഷത്തിനും ഉയർച്ചയ്ക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ലാഭാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി മൂലം ലാഭസ്ഥാനത്ത് ശനീശ്വരൻ്റെ സാന്നിധ്യം മൂലം ധനപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ധാരാളം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മാനസികമായിട്ടുള്ള ടെൻഷനും പിരിമുറുക്കവും പെട്ടെന്ന് വരുന്നതായ ദേഷ്യവും കോപശീലവും കാണുന്നതുകൊണ്ട് ക്ഷമാശീലത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രധാനമായിട്ട് ഈ മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണം ചെയ്യും.